ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ ഈ കാലത്ത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ കാലത്തടക്കം ഏറ്റവും അധികം കോൺഗ്രസ് ഈ സർക്കാരിനെതിരായി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ പൂരം കലക്കി എന്ന നിലയിലേക്ക് അതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന നിലയിലൊരു പ്രശ്നത്തെ, അതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്ന അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുകയും അത് കോൺഗ്രസിൻ്റെ പരാജയത്തിനൊരു ഘടകമായിട്ടുണ്ട് എന്ന നിലയിലേക്കുള്ള ഒരു രാഷ്ട്രീയവാദം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് KPCC തന്നെ നിയോഗിച്ച ഉപസമിതി ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതൊരു വിഷയമല്ലെന്നും അതിനേക്കാൾ ഗൗരവമായ പരാജയം സംഘടനാതലത്തിൽ വളരെ ആഴത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാട്ടുന്നത്. അത് പുറത്തു വരുന്നതും ഇതേ സമയത്താണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു പ്രധാനപ്പെട്ട സർക്കാർ വിമർശനം, രാഷ്ട്രീയ വിമർശനം പ്രതിപക്ഷം വിശേഷിച്ച് കോൺഗ്രസ് നടത്തുമ്പോഴാണ് കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ തിരുത്തും വിധം ഒരു റിപ്പോർട്ട് വരുന്നത്. അത് ഏത് നിലയിലാണ് വിലയിരുത്തപ്പെടുന്നത് താങ്കൾ? കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ്റെ തൃശ്ശൂരിലെ തോൽവി അത് തുടക്കം മുതൽ തന്നെ എന്താണ് വസ്തുത എന്നുള്ളത് വിവിധ തലങ്ങളിൽ നമ്മൾ പരിശോധിച്ചിട്ടുള്ളതാണ്. ഏറ്റവും പ്രാഥമികമായ കോൺഗ്രസ് തന്നെ കണ്ടെത്തിയ ചില പ്രാഥമികമായ കണക്കുകളും കാര്യങ്ങളും മാത്രം നോക്കിയാൽ മത്സരത്തെ 1275 ബൂത്തുകളാണ് തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലുള്ളത്. അതിൽ 620 ബൂത്തിൽ 3-ാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ്. അത് പരിശോധിക്കണ്ടേ? അതാരാണ് പരിശോധിക്കേണ്ടത്? പരിശോധിക്കണമെന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളാണ്. മുരളീധരൻ അടക്കമുള്ള സ്ഥാനാർത്ഥി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമാണ് പറഞ്ഞത്. പരിശോധിച്ചോ എന്തുകൊണ്ട് 3-ാം സ്ഥാനത്തായി? പിന്നെ ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് തുടക്കത്തിലെ കണ്ടെത്തിയതെങ്കിൽ എന്തിനാണ് ജോസ് വല്ലൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നത്? തിരിച്ചു വന്ന ഉടനെ അദ്ദേഹം തൃശ്ശൂർ DCC പ്രസിഡൻ്റായിരുന്ന ജോസ് വല്ലൂർ എന്തിനാണ് സ്ഥാനത്യാഗം ചെയ്തത്, രാജിവെച്ചത്? എന്തിനാണ് UDF കൺവീനറായിരുന്ന ഇദ്ദേഹം MP വിൻസെൻ്റ് ആ സ്ഥാനം ഒഴിഞ്ഞത്? എന്തിനാണ്? ഇതേ പേരിൽ തന്നെയല്ലേ? അപ്പോൾ കോൺഗ്രസ്സിൽ എവിടെയാണ് പ്രശ്നങ്ങളുള്ളതെന്നുള്ളത് തൃശ്ശൂർ എന്ന ജില്ലയിലോ പാർലമെൻറ്റ് മണ്ഡലത്തിലോ കേരള സംസ്ഥാനത്തോ അല്ല, AICC വരെ അതിന് റിഫ്ലക്ഷൻ ഉണ്ടായി എന്നും തീരുമാനങ്ങൾ അവിടെ ഉണ്ടായി എന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പോലുള്ളവർക്ക് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നതെന്നും ആർക്കാണ് അറിയാത്തത്? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇപ്പോഴത്തെ വിവാദങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് മറ്റൊരു കാര്യമുള്ളത്, ഈ UDFിലല്ലാതെ നടപടിയൊക്കെ ഉണ്ടായില്ലേ, സംഘടനാപരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ സ്ഥാനത്യാഗം ഉണ്ടായി. അതേസമയം നേരെ എതിർഭാഗത്തുള്ള 2-ാം സ്ഥാനത്ത് വന്ന LDFിൽ ആ തരത്തിൽ സ്ഥാനാർത്ഥി CPIയുടെ ആയിരുന്നു, LDFിൻ്റെ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു. CPIയിലോ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും മാധ്യമങ്ങളും ആരോപണം ചൊരിയുന്ന CPMലോ ഏതെങ്കിലും നേതാക്കന്മാരെ ഈ കാര്യത്തിൽ നടപടിയെടുക്കേണ്ട സാഹചര്യം ഏതെങ്കിലും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലോ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലോ LDFിന് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഈ നിമിഷം വരെ ഇല്ലല്ലോ. എന്തുകൊണ്ടാണത്? എത്രയാണ് പോൾ ചെയ്യപ്പെട്ട വോട്ട്, എത്ര ബൂത്താണുള്ളത്, ഓരോ ബൂത്തിലും എത്രയൊക്കെയാണ് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയതെത്ര, ഇത് സംബന്ധിച്ച് LDFിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ആ കണക്കുകളാണ് അതിനുശേഷം അസസ്മെൻ്റ് വന്ന കണക്കുകൾ കൃത്യമായിരുന്നു ഇതിന് ശേഷം ഒരു പരിധി വരെ. മറ്റത് ഈ പറഞ്ഞതുപോലെ ഇപ്പം ശ്രീ അനിൽകുമാർ പറഞ്ഞല്ലോ, ഈ അടിച്ചുകൊണ്ട് പോയ ഈ കോൺഗ്രസ് നടത്തിക്കൊണ്ടുപോയി BJPക്ക് കൊടുത്ത വോട്ടിൻ്റെ എണ്ണം, അത് പറഞ്ഞതാരാണെന്ന് ആദ്യം മാത്രമല്ല ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാ? 56,000 വോട്ട് BJPക്കാർ ചേർത്തു, അന്നേരം നമ്മുടെ പാർട്ടിക്കാരൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ഇതേ കെ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥി തന്നെ ആയിരുന്നില്ലേ? ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടതല്ലേ? അതൊക്കെ അവിടെ നിൽക്കുന്നു, ആ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു. അതിനുശേഷമാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇഷ്യൂ ഇതിലേക്ക് കടത്തി വിടുന്നത്. ഓക്കെ, അതിൽ തന്നെ നിൽക്കാം നമുക്ക്. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ പ്രശ്നം ഉണ്ടായതിൻ്റെ പിറ്റേന്ന് ചില സംഭവവികാസങ്ങളുണ്ട്. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ കാണണം കേട്ടോ. ഏപ്രിൽ 14-ന് ഇത് സംബന്ധിച്ച നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, നടപടികൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നിശ്ചയിച്ച് നൽകിയത് ആരാണ്? കേരള ഹൈക്കോടതിയല്ലേ? കേരള ഹൈക്കോടതി നിർദ്ദേശിച്ച് നൽകിയതിനെക്കുറിച്ച് ഇപ്പോൾ ആരും ഒന്നും മിണ്ടാത്തതെന്താ? UDFിൻ്റെ ആൾക്കാരും മിണ്ടാത്തതെന്താ? അത് പ്രധാനപ്പെട്ടൊരു പ്രശ്നമല്ലേ? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നീക്കേണ്ടത്? അത് ഹൈക്കോടതിയല്ലേ പറഞ്ഞ് കൊടുത്തത്. അതിനുശേഷം കാര്യങ്ങൾ നടക്കുന്നു. 22-ാം തീയതി ആണല്ലോ സംഭവം. 22-ാം തീയതി മനോരമയുടെ 1-ാം പേജിൽ എന്താണ് വാർത്ത?
അത് പിന്നെ ഇവിടെ ഇരുന്ന് ആർക്കും നുണ പറയാൻ കഴിയില്ല അക്കാര്യത്തിൽ. മനോരമയിൽ വന്ന ബാനർ ഹെഡിങ്ങിൽ 1-ാം പേജിൽ വന്ന വാർത്ത പൂരം കലക്കിയത് ആരാണ്? കമ്മീഷണറാണ്. കമ്മീഷണറുടെ ഏകപക്ഷീയമായ തോന്നിവാസങ്ങളാണ് അവിടെ നടപ്പാക്കിയത് എന്ന് ഓൺലൈനിലും പത്രത്തിലും ഓൺലൈനിലും ഒക്കെ കൊടുത്തതാരാണെന്നേ. മനോരമയായിരുന്നു ഒന്നാമത് നിന്നത്. അടുത്തത് വരുന്ന മാതൃഭൂമിയാണ്. പിന്നെ ഓരോരുത്തരും തങ്ങൾ മുമ്പിൽ എന്ന നിലയിൽ പോലീസിനെതിരായിട്ട് കമ്മീഷണർക്കെതിരായിട്ട് മത്സരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ കമ്മീഷണർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. കാരണം പെരുമാറ്റച്ചട്ടം നിൽക്കുമ്പോൾ സ്വാഭാവികമായി ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കണം. സമ്മതിച്ചോ? ഇല്ലല്ലോ എന്നാണ് അനുവദിച്ചത്. ഇലക്ഷൻ കമ്മീഷന് കത്തയച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ മൈൻഡ് ചെയ്ത് പോലുമില്ല. പിന്നെ പെരുമാറ്റച്ചട്ടം കഴിയുന്ന ജൂൺ 10-നാണെന്ന് പിന്നെ കമ്മീഷണർക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞത്. അതല്ലേ വസ്തുത? അതിൻ്റെ അകത്തും സർക്കാരിൻ്റെ ആണോ കുഴപ്പം? അപ്പോൾ അടുത്ത വാദം വരുന്നത് ADGPയും IG-യും അവിടെ ഉണ്ടായിരുന്നല്ലോ. ADGPയും IG-യും ഇക്കാര്യങ്ങൾ ചെയ്യണമെന്നാണോ ഹൈക്കോടതി പറഞ്ഞിരുന്നത്? വിമർശകർ കുറ്റാരോപണം ഉന്നയിക്കുന്നവർ അതും കൂടെ ഒന്ന് പരിശോധിച്ച് പോകണം. ഇത് ആര് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്? ആ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെ തസ്തിക എന്തായിരുന്നു? ആ തസ്തികയ്ക്ക് അപ്പുറത്തേക്ക് വേറെ ആരെങ്കിലും ഇടപെട്ടിരുന്നു ആ കാര്യത്തിൽ? ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വസ്തുതകളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. അത് നമ്മൾ കണ്ണടച്ചാൽ നമുക്ക് ഇരുട്ടാവൂ എന്ന് വിമർശിക്കുന്നവർ ഓർക്കണം. വിമർശനത്തിനൊന്നും ആരും അതീതരല്ല. ഗവൺമെൻറ്റിനെ ഒട്ടും വിമർശിക്കാതിരിക്കേണ്ട, 100% ഗവൺമെൻറ് വിമർശനത്തിന് അർഹരുമാണ്. പക്ഷേ മുഖ്യമന്ത്രി മിനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ ഈ നശീകരണ മാധ്യമ പ്രവർത്തനമാവത്, ഡിസ്ട്രക്റ്റീവ് ജേർണലിസം ആവരുത്, കൺസ്ട്രക്റ്റീവ് ആവണം മാധ്യമ പ്രവർത്തനം. അങ്ങനെയല്ല. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇന്നും ശ്രീ ജയചന്ദ്രൻ ഇന്നും ഇതേ തൃശ്ശൂരിൽ അഴീക്കോടൻ രാഘവൻ ദിനത്തിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശ വിഷയമായിട്ടുണ്ട്.